വെൽക്കം ടു ദ വീഡിയോ. ഇതിലും ടാഗ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് സം ഇൻഫർമേഷൻസ് നോക്കാം എന്താണെന്ന്. ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയിരിക്കണം, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒക്കെ റൂള്. അതുപോലെ ഇംപെരാറ്റീവ് സെന്റൻസ് വന്നാൽ എന്താണ് വരിക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇംപെരാറ്റീവ് സെന്റൻസ് എന്ന് വെച്ചാൽ എന്താ? സബ്ജക്റ്റ് ഇംപ്ലൈഡ് ആണ്, അവിടെ ഡയറക്റ്റ് ആയിട്ട് വെർബിലാണ് തുടങ്ങുന്നത്. ഡോണ്ട് ഗോ, ഓപ്പൺ ദ വിൻഡോ, അങ്ങനെയൊക്കെ നമ്മൾ പറയും. പ്ലീസ് ഓപ്പൺ ദ വിൻഡോ, അങ്ങനെ അതിൽ നമ്മൾ സബ്ജക്റ്റ് പറയുന്നില്ല ഇംപെരാറ്റീവ് സെന്റൻസിൽ. അപ്പൊ ഇംപെരാറ്റീവ് സെന്റൻസ് വന്നാൽ അതിൽ എന്താണ് ടാഗ് ക്വസ്റ്റ്യൻ വരിക? വിൽ യു, അത് മാത്രമേ ഇംപെരാറ്റീവ് സെന്റൻസിൽ വരുള്ളൂ എന്നുള്ള പോയിന്റ് നല്ല രീതിയിൽ ഓർമ്മിക്കുക. ഡ്രിങ്ക് കോഫി, ഇപ്പൊ നമ്മൾ പുറത്തേക്ക് പോവാണ്, അപ്പൊ നമ്മൾ വീട്ടിലുള്ളവർക്ക് പറയും ഡ്രിങ്ക് കോഫി, whenever you have time, drink coffee. അപ്പൊ അവിടെ ഏതാ ടാഗ് വരിക? വിൽ യു, ഇതാണ് ടാഗ് വരേണ്ടത്. ഓർമ്മിക്കുക, വിൽ യു എന്ന് മാത്രമേ വരുള്ളൂ. അവിടെ ഇതൊന്നും നോക്കണ്ട, പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നോക്കണ്ട, വിൽ യു. ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ, ഡോണ്ട് ഗോ ഔട്ട്സൈഡ്, ഇതൊക്കെ ഇംപെരാറ്റീവ് സെന്റൻസ് ആണ്, ഇംപ്ലൈഡ് ആണ്. അവിടുത്തെ സബ്ജക്റ്റ് ഉണ്ട്. കോർ ഓഫ് എ സെന്റൻസ് എന്ന് വെച്ചാൽ തന്നെ സബ്ജക്റ്റ് ആൻഡ് വെർബാണ്. ഈ ഇംപെരാറ്റീവ് സെന്റൻസിലെ സബ്ജക്റ്റ് എന്താ? യു. ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ, അതർവൈസ് ഡോണ്ട് ഗോ ഔട്ട്സൈഡ്. വിൽ യു, ഇതാണ് വരിക, വിൽ യു. അത് ഓർമ്മിക്കുക ആ പോയിന്റ്. യു ആർ ഫ്രം പാലക്കാട്, ഇതെന്താ വരിക? ടാഗ് ക്വസ്റ്റ്യൻ. ഇവിടെ 6 ഉണ്ട്. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് നോക്കുക, തീരുമാനിക്കുക. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് കോമ ഇടുക. ആറിൻ്റെ യു. വി ഷുഡ് നോട്ട് ഡ്രിങ്ക് കോഫി, നമ്മൾ കോഫി കുടിക്കില്ല അല്ലേ? അപ്പൊ നമ്മൾ ചോദിക്കണം, അല്ലേന്ന് ചോദിക്കണം. വി ഷുഡ് നോട്ട് ഡ്രിങ്ക് കോഫി, അപ്പൊ കോമ ഉണ്ട് ഇവിടെ. ഇനി എന്താ വരിക? ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്, നോട്ട് ഉണ്ട്, പക്ഷെ ഷുഡ് ഉള്ളത് കൊണ്ട് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം. ഷുഡ് വി, ഇതാണ് അതിന്റെ ടാഗ് ക്വസ്റ്റ്യൻ. അപ്പൊ ടാഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അതിനെ തുടർന്ന് വരുന്ന ഒരു മിനി ക്വസ്റ്റ്യൻ, അതാണ് ടാഗ് ക്വസ്റ്റ്യൻ. അതും നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഹെൽപ്ഫുൾ ആകും എന്ന പോയിന്റ് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ഒരു കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കോൺവെർസേഷനിൽ പെട്ടതാണ് ഹായ് ഹൗ ആർ യു എന്നൊക്കെ. അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഹായ് ഹൗ ആർ യു, പ്രെറ്റി വെൽ, ആൻഡ് യു. ഈ പ്രെറ്റി വെല്ലു അതിന്റെ താങ്ക്സ് പറയണം. അതൊക്കെ അവരുടെ ഒരു ഇംഗ്ലീഷിലെ കോൺവെർസേഷനിലൊക്കെ താങ്ക്സ് അവർ നല്ല രീതിയിൽ പറയുന്നുണ്ട്. നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ മദർ ഓഫ് ഓൾ വെർച്യൂസ് എന്നുള്ള ഫേമസ് കോട്ടിനെ ആലോചിക്കുക. അതൊന്നുമില്ല, നമ്മൾ പറയുക. അപ്പൊ ഇവിടെ ഹായ് ഹൗ ആർ യു, പ്രെറ്റി വെൽ, താങ്ക്സ്, ആൻഡ് യു, അതൊരു മര്യാദയാണ്. നിങ്ങളൊക്കെ ഐ ആം ഫൈൻ. ഈ ഒരു 3 ഡയലോഗ് നല്ല രീതിയിൽ തറവായിട്ട് മനസ്സിലാക്കി വെക്കണം.